സാധാരണപ്പെട്ട മനുഷ്യർ, എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? സ്റ്റോക്സ്, ബോണ്ട്സ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഭരണാധികാരികളുണ്ടല്ലോ, അവർ ഈ സാധനങ്ങളിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് വലിയ താല്പര്യം കാണിക്കാറില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പവർ, അധികാരത്തിൻ്റെ മുകളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഖത്താറിൻ്റെ രാജാവ് ട്രംപിനൊരു $450 മില്യൺ ഒരു ജംബോ ജെറ്റ് പ്ലെയിൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അതൊരു വേസ്റ്റ് ഓഫ് മണി അല്ലേ? അല്ല, അദ്ദേഹം പവറിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. രാഷ്ട്രത്തിൽ പല രീതിയിലുള്ള പവർ മൂവ്സ് നടക്കുന്നുണ്ട്, പവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. സൗദിയും പാകിസ്ഥാനും കൂടെ ഇപ്പോൾ ഒരു കരാറിനകത്ത് ഏർപ്പെട്ടിട്ടുണ്ട്. അതെന്തുമായിരുന്നു? അതും പവർ മൂവ് ആയിരുന്നു, പവർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അതിനെപ്പറ്റി ഒന്ന് അറിയണ്ടേ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പോലെയും എല്ലാ നേതാക്കന്മാരും ചിന്തിക്കുന്നത് ഒരു രീതിയിലാണ്. എനിക്കെന്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഞങ്ങൾക്ക് തിരിച്ചെന്ത് ലഭിക്കും. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും നമ്മുടെ ബേസ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എത്രയാണ്, റിട്ടേൺ വാല്യൂ എത്ര ആണെന്നുള്ള ചിന്തയല്ലേ നമ്മൾ എപ്പോഴും നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭരണാധികാരികൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ സൗദി രാജാവ് നോക്കുന്നത് എനിക്കെന്ത് കൊടുക്കേണ്ടി വരും, എനിക്ക് തിരിച്ചെന്ത് ലഭിക്കും. പാകിസ്ഥാനികൾ നോക്കുന്നത് ഞങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഞങ്ങൾക്ക് തിരിച്ചെന്ത് ലഭിക്കും. പക്ഷേ പല ന്യൂസ് ചാനൽസും വെറും സൗദിയും പാകിസ്ഥാനും പറഞ്ഞിരിക്കുകയാണ്. അവർക്കറിയുന്നില്ല ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന വേറെ ഒരു പാർട്ടിയും കൂടെ ഉണ്ട്. ആരാണെന്നറിയാമോ? ചുക്ക് ചേരാത്ത കഷായമില്ല എന്ന് നേരത്തെ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മുടെ അമേരിക്ക ഇല്ലാതെ മിഡിൽ ഈസ്റ്റിനകത്ത് ഒരു പരിപാടി നടക്കുന്നില്ല. ഈ സൗദിയെയും പാകിസ്ഥാനെയും കൊണ്ട് കളിപ്പിക്കുന്നത് അമേരിക്കയാണെന്നുള്ള കാര്യം പലർക്കും അറിയുന്നില്ല. എന്നാൽ ഖലീദ് ബിൻ സൽമാൻ്റെ ട്വീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലാവും അമേരിക്ക പറഞ്ഞിട്ടാണ് ഇവർ ഇത് രണ്ടും ചെയ്യുന്നത്. അറിയാവോ? ആദ്യം പാകിസ്ഥാൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, പാകിസ്ഥാനിന് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. പാകിസ്ഥാനിന് എന്ത് കൊടുക്കാൻ പറ്റും? പാകിസ്ഥാൻ്റെ കയ്യിൽ കുറേയേറെ പട്ടാളക്കാരുണ്ട്. സൗദിയിലെ പട്ടാളക്കാരും പാകിസ്ഥാനിലെ പട്ടാളക്കാരും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. സൗദിയിലെ പട്ടാളക്കാർക്ക് അവരുടെ സ്വന്തം ജീവനെ പേടിയാണ്. അത് അവർ ചുമ്മാതെ പോയി മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പാകിസ്ഥാനിലെ പട്ടാളക്കാർ അങ്ങ് മറ്റിടത്ത് പോകണമല്ലോ, അല്ലാഹുവിൻ്റെ അടുക്ക്. അന്നേരം അതിനുവേണ്ടി അവർക്ക് മരിക്കാനായിട്ട് വളരെ തയ്യാറായിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു യുദ്ധമോ എമർജൻസിയോ ഒക്കെ ഉണ്ടെങ്കിൽ സൗദിയിലെ പട്ടാളക്കാർ പോയി മരിക്കുന്നതിനെക്കാട്ടും ഭേദം പാകിസ്ഥാനിലെ പട്ടാളക്കാർ കൂലിപ്പട്ടാളം പോയി മരിക്കുന്നതല്ലേ ഭേദമെന്ന് സൗദി രാജാവ് ചിന്തിച്ച് കാണും. പാകിസ്ഥാനികൾ വിചാരിച്ച് കാണും, ഞങ്ങളുടെ കയ്യിൽ ഇത് എക്സ്ട്രാ ഉണ്ടല്ലോ, പൊക്കോട്ടെന്നുള്ള രീതിയിൽ വിചാരിച്ചു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പാകിസ്ഥാൻ്റെ കയ്യിൽ ഒരു ആറ്റം ബോംബ് അല്ലെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ചീറ്റിപ്പോയെന്ന് തോന്നി. പക്ഷേ നമുക്കറിയത്തില്ല എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഈ രണ്ട് സാധനം അല്ലാതെ പാകിസ്ഥാനിന് സൗദിക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നാൽ പാകിസ്ഥാനിന് തിരിച്ചെന്ത് കിട്ടുമെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കണ്ടേ. പാകിസ്ഥാൻ സൗദിയുടെ കയ്യിൽ നിന്ന് $3 ബില്യൺ ഒരു ലോൺ എടുത്തായിരുന്നു. ആ ലോൺ അങ്ങ് പാകിസ്ഥാനോട് സൗദി പറഞ്ഞു, നിങ്ങൾ വെച്ചോ, കുഴപ്പമില്ല, ലോണായിട്ടല്ല, വെച്ചോ. അത് കഴിഞ്ഞിട്ട് കൂട്ടത്തിൽ പറഞ്ഞു $500 ബില്യൺ നിങ്ങളുടെ പാകിസ്ഥാൻ്റെ ഡിഫൻസ് ബജറ്റിനകത്ത് ഞങ്ങൾ ഇച്ചിരി ആയിട്ട് തന്നുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. $500 ബില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ടാണ്. അത് അൺവെരിഫൈഡ് റിപ്പോർട്ട്സാണ്. എന്നാൽ പോലും അതിൻ്റെ പകുതി കിട്ടിയാൽ പോലും പാകിസ്ഥാനിന് അത് വലിയൊരു കേമമായ ഒരു എമൗണ്ടാണ്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ ഇതിനകത്ത്, ഈ ഡീലിനകത്ത് പാകിസ്ഥാൻ എഗെയിൻസ്റ്റായിട്ട് അഗ്രഷൻ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ സൗദി സപ്പോർട്ടിന് വരുമെന്നും സൗദി യുദ്ധത്തിനകത്ത് കയറുമെന്നൊക്കെയാണ് ഇവർ എഗ്രി ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് യുദ്ധം വരണമെന്നില്ല. ദ വേർഡ് അവർക്ക് യൂസ് ചെയ്തിരിക്കുന്ന അഗ്രഷൻ എന്നാണ്, അല്ലാതെ വാർന്ന് യൂസ് ചെയ്തിട്ടില്ല.
അന്നേരം ഇപ്പോൾ നടന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ സാധനം നടന്നല്ലോ. അതൊരു അഗ്രഷനായിട്ട് പാകിസ്ഥാനിനെ കണക്ക് കൂട്ടാം. അതുതന്നെയല്ല, വേറെ ഒരു അഗ്രഷനുണ്ട്. ഇന്ത്യ പാകിസ്ഥാനിലോട്ട് വെള്ളം കൊടുക്കത്തില്ലല്ലോ, അതും ഒരു അഗ്രഷനായിട്ട് തന്നെ പാകിസ്ഥാനിന് കണക്കാക്കാം. അന്നേരം സൗദി സപ്പോർട്ടിന് വരും. യുദ്ധം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൗദി കട്ടക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു എഗ്രിമെൻ്റാണ്. അതുമാത്രമല്ല, പാകിസ്ഥാനിന് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് തന്നെയല്ല, അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് തെഹ്രീക്ക് താലിബാൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അത് ബേസിക്കലി താലിബാൻ്റെ തന്നെ ഒരു പാകിസ്ഥാനി വേരിയൻ്റാണ്. അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയും സൗദിയുടെ സപ്പോർട്ട് പാകിസ്ഥാനിന് കിട്ടുമെന്നുള്ള ഒരു തീരുമാനമായി. സൗദിയുടെ സപ്പോർട്ട് ഇനിയും സോൾജേഴ്സ് കൊടുത്തുള്ള സപ്പോർട്ടാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ വരാവുന്നിടത്തൊക്കെ വെച്ച് കാണാം നമുക്ക്. അത്രയുമാണ് പാകിസ്ഥാൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും പാകിസ്ഥാൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസും. ഈ പറഞ്ഞതിന് പുറമെ പാകിസ്ഥാനിന് ഒരു ബോണസും കൂടെ എക്സ്പെക്റ്റ് ചെയ്യാം. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ വലിയ കടത്തിൻ്റെ ഒരു അംശം ചൈന സിപെക് എന്ന് പറഞ്ഞ സാധനം കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് സിപെക് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏകദേശം $30 ബില്യൺ പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ നിന്ന് തന്നെ റീഫിനാൻസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പലിശ കൊടുക്കാനുള്ളത് ചൈനയുടെ കയ്യിൽ നിന്ന് വീണ്ടും കടം മേടിച്ചിട്ട് പിന്നെയും പലിശ കൊടുക്കുകയാണ്. ഈ കടത്തിൻ്റെ ഒരു സൈക്കിളിനകത്ത് കയറി കിടക്കുകയാണ് പാകിസ്ഥാനി ഗവൺമെൻറ്. അതല്ലേ IMF പോയിട്ട് അവിടെ നിന്ന് തെണ്ടുന്നു, മറ്റ് പല സ്ഥലങ്ങളിൽ ഈ ബൗളും കൊണ്ട് നടക്കുന്നത്. അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടുമെന്നുള്ള ഒരു ചിന്തയും കൂടെ ഉണ്ട്. സൗദിക്ക് ഒരു $30 ബില്യൺ പാകിസ്ഥാനിന് കൊടുക്കുന്നത് വലിയ കാര്യമല്ല. പക്ഷേ പാകിസ്ഥാൻ ചൈനയുടെ ഗ്രിപ്പിൽ നിന്ന് അങ്ങ് ഇറങ്ങി വരുമെന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ആ ഒരു ബോണസ് കൺഫേംഡ് അല്ല, പക്ഷെ മിക്കവാറും നടന്നിരിക്കും. ഇപ്പം സൗദി പാകിസ്ഥാനിലോട്ട് എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ കേട്ടല്ലോ. അന്നേരം ഇത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തപ്പം സൗദിക്ക് എന്താണ് ലഭിക്കുന്നതെന്നുള്ള കാര്യം കൂടെ നമുക്കെന്നറിയണ്ടേ. സൗദിക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്ചറിങ് കിട്ടും. ഒരു ന്യൂക്ലിയർ പവേർഡ് ഇസ്ലാമിക് നേഷൻ സൗദിയുടെ രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും സന്നദ്ധമായി ഇരിക്കുന്നെന്നുള്ള ഒരു പോസ്ചറിങ് കിട്ടും. ഈ പോസ്ചറിങ് ആർക്ക് വിരുദ്ധമായിട്ടാണ്? കൂടുതലും ഇസ്രായേലിന് വിരുദ്ധമായിട്ടായിരിക്കണം. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ സൗദിയെ അറ്റാക്ക് ചെയ്യുമോ? ചിലപ്പോൾ ആ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ പ്ലാനിനകത്തൊക്കെ ചിലപ്പം സൗദിയുടെ കുറേ അംശങ്ങൾ ഇസ്രായേലിനകത്ത് പോകാനുള്ള പ്ലാനുണ്ട്. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനകത്ത് സൗദി ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ഇസ്രായേലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ സൗദിയെ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേൽ വരുത്തൊന്നുമില്ല. പിന്നെ എന്താണാവോ ഈ പോസ്ചറിങ് അല്ലാതെ വേറെ എന്താണ് ലാഭം? സൗദിയും യമനിലെ ഹൂത്തികളും തമ്മിൽ എപ്പോഴും അടിയാണ്. നിങ്ങൾക്കറിയാവോ, 3 ലക്ഷം യമനികളാണ് കൊല്ലപ്പെട്ടത് സൗദിയും യമനും തമ്മിലുള്ള യുദ്ധത്തിനകത്ത്. സൗദിയുടെ സോൾജേഴ്സ് അങ്ങ് ഫെഡപ്പായി ഇരിക്കുകയാണ്. അവർക്ക് ഇനി യുദ്ധം ചെയ്യണ്ട. അങ്ങനെ അതിന് ഹൂത്തികളും ഈ യമനികളും വിട്ടുകൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. സൗദിയുടെ സോൾജേഴ്സ് ഫെഡപ്പായി ഇരിക്കുന്നതുകൊണ്ട് ഇല്ല. അന്നേരം അതിനെ റീപ്ലേസ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? അവിടെയാണ് നമ്മുടെ പാകിസ്ഥാൻ്റെ സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ഈ ട്രീറ്റിയും എഗ്രിമെൻറ്റും ഒക്കെ ആവശ്യം വരുന്നത്. സൗദിക്ക് വിരുദ്ധമായിട്ട് യമൻ അഗ്രഷൻ നടത്തുന്നുള്ള ഒരു പോസ്ചറിങ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആരാണ് പോകേണ്ടത് യുദ്ധത്തിന് വേണ്ടി? പാകിസ്ഥാൻ പോകണം. പക്ഷേ അതേസമയം ഇന്ത്യയുമായിട്ടൊരു യുദ്ധം വരുവാണെങ്കിൽ സൗദിയുടെ പട്ടാളക്കാർ ഇങ്ങോട്ട് വരുമോ? എനിക്ക് തോന്നുന്നില്ല. സൗദി കൂടുതലും ഒരു കണ്ടംനേഷനും ഒരു പാകിസ്ഥാൻ്റെ സൗദിയുടെ സപ്പോർട്ടും ഒക്കെ കൊടുത്തങ്ങ് സൈഡിലോട്ട് മാറി നിൽക്കത്തേ ഉള്ളൂ. പിന്നെ കൂടിക്കഴിഞ്ഞാൽ ഈ OIC എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ്, അങ്ങനെയല്ലേ? അതിൻ്റെ 57 രാജ്യങ്ങളുണ്ട്. ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടിക്കഴിയുമ്പോഴത്തേക്ക് ചുമ്മാ അത് കുറേ വർത്താനമൊക്കെ പറഞ്ഞു കുറേ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഇറക്കി വരും. അങ്ങനെ കൂട്ടത്തിൽ കാശ്മീരിനെ സപ്പോർട്ട് ചെയ്തിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ഇറക്കും. ഇതിൽ കൂടുതലൊന്നും സൗദിയിൽ നിന്ന് ഇന്ത്യക്ക് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ ഇസ്രായേലിന് വിരുദ്ധമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പാകിസ്ഥാൻ സൗദിയെ രക്ഷിക്കാനായിട്ട് ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺലൈക്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വരുന്നിടത്ത് വെച്ച് നമുക്ക് നോക്കാം. പാകിസ്ഥാനും സൗദി അറേബ്യയും കൂടെ നടത്തിയ ഈ എഗ്രിമെൻറ്റ്
ഒരു ബാർട്ടർ സിസ്റ്റം പോലുള്ള എഗ്രിമെൻ്റ് പോലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് കോളടിച്ചത് അമേരിക്കയ്ക്കാണ്. അമേരിക്കയ്ക്ക് പല ലാഭങ്ങൾ ഇതിനകത്തു നിന്ന് കിട്ടി. നമുക്കറിയാമല്ലോ, പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു വേട്ട നായ പോലെയാണ്. അമേരിക്ക പറയും പാകിസ്ഥാനോട് ഇവിടെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും, അങ്ങോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും. പാകിസ്ഥാൻ അമേരിക്ക പറയുന്നത് പോലെ കേൾക്കത്തുള്ളൂ. അതിന് ആസിം മുനീർ എപ്പോഴും ഉണ്ടല്ലോ, ഇത് ഇന്നത്തെയും ഇന്നലത്തെയും കഥയല്ല. അന്ന് അഫ്ഗാനിസ്ഥാൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ പ്രശ്നം മുതൽ, അല്ലെങ്കിൽ അതിനെക്കാട്ടി മുമ്പായിട്ട് പോലും പാകിസ്ഥാനാണെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ കേൾക്കത്തുള്ളൂ. പാകിസ്ഥാൻ്റെ ജനങ്ങൾക്ക് അമേരിക്ക ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ആ പവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആർമി ചീഫും പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അവരെപ്പോഴും ഈ ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, അമേരിക്കയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അന്നേരം ഈ വേട്ടനായ എന്ന് പറയുന്ന ആ പരിപാടി അമേരിക്ക പാകിസ്ഥാനെ കൊണ്ട് പലവട്ടം എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അമേരിക്കയ്ക്ക് നേട്ടമെന്നറിയാമോ? ഈ ഖത്താറിലോട്ട് ഇസ്രായേൽ വന്നിട്ട് ഒരു ബോംബിട്ടല്ലോ, ഹമാസിൻ്റെ ചിലരെ കൊന്നെന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അപ്പോഴത്തേക്ക് ഖത്താറിനാപ്പാടെ ഒരു ഷോക്കായിപ്പോയി. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അമേരിക്ക പോലും വലിയതായിട്ട് നമ്മളെ ഡിഫെൻഡ് ചെയ്തില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കൂട്ടമായിട്ടൊക്കെ കുറേ മീറ്റിങ്ങൊക്കെ കൂടി. കൂട്ടത്തിൽ അമേരിക്കയ്ക്ക് ഒരു ചിന്ത, ഇവരിനിയും ഇതും വെച്ചോണ്ട് ചൈനയുടെ അടുക്കെ പോകുമോ? ചൈന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് പ്രശ്നമാണല്ലോ. അന്നേരം അതിനെക്കാട്ടിയും ബെസ്റ്റ് പരിപാടി എന്താണ്? ഇവർക്കൊരു പ്രൊട്ടക്ഷൻ പോലെ ഒരു സാധനം കൊടുക്കാം. അതിന് പാകിസ്ഥാൻ ഉണ്ടല്ലോ, പാകിസ്ഥാൻ പറയുന്നത് പോലെ കേൾക്കുകയും ചെയ്യും, ചൈന ഇവിടുന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്യാം. അതൊരു സ്ട്രാറ്റജിക് മൂവ് ആയിരുന്നു തന്നെയാണ് എനിക്ക് ചിന്ത. പിന്നെ ഇന്ത്യയെ വിളിക്കത്തില്ല, ഇന്ത്യ വേറെ ഒരു രീതിയാണല്ലോ. ചൈനയായിരുന്നു കറക്റ്റായിട്ട് ഫിറ്റാകുന്നത്, ചൈനയെ ഒഴിവാക്കി എന്നിട്ട് പാകിസ്ഥാനെ കൊണ്ട് നിർത്തി. അമേരിക്കയ്ക്ക് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൻ്റെ മുമ്പിലോട്ട് വെച്ചിട്ട് അവർക്ക് പാകിസ്ഥാനെ ഒരു പാവ പോലെ കളിപ്പിക്കാം. അവരുടെ ഒരു സോൾജിയർ പോലും മരിക്കത്തില്ല. ട്രംപിന് പണ്ടേ ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അവരുടെ ഫിസിക്കലി സോൾജിയേഴ്സ് ആ മറ്റേ ഭൂമിയിലെ ശത്രു സൈന്യത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ട്രംപിന് ഒട്ടും ഇഷ്ടമല്ല. ട്രംപിന് ഈ എയറും മിസൈലും ഒക്കെയുള്ള ആക്രമണവും, നേവി വെച്ചിട്ട് മിസൈൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്, ദൂരെ നിന്ന് കല്ലെറിയുന്ന ആ പരിപാടിയാണ്. ഫിസിക്കലി 1-on-1 ബാറ്റിലിനകത്ത് അമേരിക്കയ്ക്ക് പൊതുവെ വലിയ താല്പര്യമില്ല, ട്രംപിന് ഒട്ടുമില്ല. അങ്ങനെ ചൈനയുമായിട്ടുള്ള ഒരു ചെസ് ഗെയിമിനകത്ത് ചൈനയെ ഓഫ്സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് പാകിസ്ഥാൻ ആണ് അമേരിക്കയുടെ ഫുൾ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു സാധനം. പലരും പറയുന്നത് പാകിസ്ഥാൻ അമേരിക്കയെ റീപ്ലേസ് ചെയ്തെന്ന്. ഒന്നുമല്ല. നമുക്കറിയാമല്ലോ, സെൻറ്റ്കോം, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് എന്ന് പറഞ്ഞത് ഈ ഖത്തറിലാണ് ഹെഡ് ക്വാർട്ടർ, പക്ഷേ സൗദിയിലാണ് കൂടുതലും അവരുടെ ആയുധ ശേഖരണം. അന്നേരം ഇപ്പോൾ ഇറാനുമായിട്ട് ഒരു ഇടഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയൊക്കെ ആരുടെയും യൂസ് ചെയ്തിട്ട് കൊണ്ടൊരു ഇടിച്ചാൽ മതി. അന്നേരം ഇറാൻ ആദ്യമായിട്ട് ഒരു മിസൈൽ ആക്രമണം നടത്തുവാണെങ്കിൽ ചിലപ്പോൾ സൗദിക്ക് എതിരായിട്ട് വരും. അന്നേരം സൗദിക്ക് എതിരായിട്ട് ഒരു മിസൈൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ നാച്ചുറലി പാകിസ്ഥാൻ ആരുടെ കൂടെ നിൽക്കേണ്ടി വരും? സൗദിയുടെ കൂടെ നിൽക്കേണ്ടി വരും. അന്നേരം പാകിസ്ഥാൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഇറാനെ പാകിസ്ഥാൻ ആക്രമിക്കേണ്ടി വരും. ഇതാണ് ഈ വേട്ടനായുടെ പരിപാടി. പാകിസ്ഥാൻ്റെ അല്ലാത്ത മറ്റെല്ലാവർക്കും വേണ്ടി വേട്ടയടിക്കുക ഈ പാകിസ്ഥാനെ കൊണ്ട് അമേരിക്ക ജയിപ്പിച്ചിരിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, അമേരിക്കയ്ക്ക് സന്തോഷകരമായ കാര്യം. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറേ നാളുകൾ മുമ്പേ ഇറങ്ങിപ്പോയായിരുന്നല്ലോ. അന്നേരം ട്രംപിന് ഇപ്പോഴും പ്രശ്നം എന്താണെന്നറിയാം, ബാഗ്രാം എയർബേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതും കൂടെ അങ്ങ് വിട്ടിട്ട് പോരും. അത് ട്രംപ് അന്ന് പ്ലാൻ ചെയ്തപ്പോൾ അങ്ങനെ വേണ്ടായിരുന്നെന്ന്. ബിക്കോസ് ബാഗ്രാം എയർബേസ് വളരെ ഹൈയിലിരിക്കുന്ന എയർബേസ് ആണ്. എന്നിട്ട് അവിടെ നിന്ന് അവർക്ക് ചൈനയുടെ സകല മൂവ്മെൻറ്റ്സും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇല്ലാത്തത് ട്രംപിന് വലിയ വിഷമമാണ്. ഇപ്പം ട്രംപിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തും ട്രംപ് ക്ലിയർലി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ബാഗ്രാം എയർബേസ് വീണ്ടും പിടിച്ചു കൈയടക്കണം. അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ അവരെ സഹായിക്കേണ്ടതാരാണ്? ഈ പാകിസ്ഥാൻ തന്നെ. പാകിസ്ഥാനെ ഈ വേട്ടനായാണല്ലോ, പിന്നെ പാകിസ്ഥാനെ കൊണ്ട് ബാഗ്രാമിലോട്ടൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഫൈനലി അത് കീഴടക്കും. എന്നിട്ട് ബാഗ്രാം എയർബേസിൽ അമേരിക്ക പോയി അങ്ങ് വാണാരെടുക്കും. ഈ പരിപാടിക്കൊക്കെ ലാഭം ആർക്കാ? ടോട്ടലി നിങ്ങളൊന്ന് നോക്കണം. സൗദിക്ക് ഒരു രീതിയിലുള്ള ബാർട്ടർ സിസ്റ്റം പോലാണ് സൗദിക്കും പാകിസ്ഥാനും. പക്ഷേ പാകിസ്ഥാനെ കൊണ്ട് അമേരിക്കയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ലാഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതാണ് അമേരിക്കൻ സ്ട്രാറ്റജി. ഈ 3 എൻറ്റിറ്റികളുണ്ടല്ലോ, സൗദി, പാകിസ്ഥാൻ, അമേരിക്ക. ഈ 3ലും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ഏതാ? സ്ട്രാറ്റജിക്കലി ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി സൗദിയാണ്, അല്ലാതെ പാകിസ്ഥാനല്ല. നമ്മൾ ഈ ചാണക്യനെ പറ്റി അറിയാമല്ലോ. ചാണക്യൻ പോലെ തന്നെ ഇറ്റലി അല്ലെങ്കിൽ യൂറോപ്പിലെ വലിയ വാർ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു മക്കാവേലിയൻ പറയുന്നത്, എ പ്രിൻസ് ഷുഡ് ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് ഓൺ ആംസ് ആൻഡ് ഹിസ് ഓൺ സോൾജിയേഴ്സ്. അന്നേരം ഇപ്പോൾ നമ്മുടെ സൗദി രാജാവ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനികൾ സമയത്ത് സ്ഥലം വിട്ടിട്ട് കൂടും. അതാണ് പ്രശ്നം. ഇപ്പോൾ ഇസ്രായേലുമായിട്ട് സത്യം പറഞ്ഞ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായെന്ന് വിചാരിച്ചോ, പാകിസ്ഥാനികളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ടോ, വേറെ ഹൈഡ്രോജൻ ബോംബുണ്ടെന്ന് പറഞ്ഞാലും സമയത്ത് ഇട്ടിട്ട് ഓടും. അതാണ്, ബിക്കോസ് സ്വന്തം സൈന്യമില്ലെങ്കിൽ പ്രശ്നമാണ്. ഡിസ്കോഴ്സസ് ഓഫ് ലിവിക്കകത്ത് അദ്ദേഹം പറയുന്നത്, റിപ്പബ്ലിക് ദാറ്റ് acquires dominion by its arms and valor will maintain itself, and that which depends upon the arms and fortunes of others will not. For those arms are most secure which are with your own or those of your own subjects or citizens. All others are either mercenary or auxiliary. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒരു മെർസനറി ആയിട്ട് അല്ലെ സൗദി ഇങ്ങോട്ട് എടുക്കുന്നത്, അത് ഡിപ്പെൻഡബിൾ അല്ല എന്നാണ് ഡിസ്കോഴ്സസ് ഓഫ് ലിവിക്കകത്ത് പറയുന്നത്. അങ്ങനെ തന്നെയാണ് മറ്റ് പല സ്ട്രാറ്റജിസ്റ്റ്സ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇസ്രായേലിൻ്റെ സോൾജേഴ്സ് ഇസ്രായേലികൾ തന്നെയാണ്. അവർ യുദ്ധ അഭ്യാസം ചെയ്തിട്ട് 24 മണിക്കൂറും 365 ദിവസങ്ങളും യുദ്ധത്തിലാണ്. അന്നേരം അവരെ പോലെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ വലിയ വിഷമമാണ്. അന്നേരം ഒരു റിയൽ വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാനികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര ശരിയല്ല. അതേപോലെ തന്നെ അമേരിക്കയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും അത്ര ശരിയല്ല. ഇപ്പോൾ അമേരിക്കയോട് പറയുക, സൗദി നിങ്ങൾക്ക് ഞങ്ങളെയാണോ സുഹൃത്തായിട്ട് എടുക്കേണ്ടത് അതോ ഇസ്രായേലിനെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കണ്ണും അടച്ചു പറയും, ഇസ്രായേലാണ് നമ്പർ 1. അല്ല, നീ കുഴപ്പമില്ല, നീ ഞങ്ങളുടെ സുഹൃത്തൊക്കെ ആണെന്നൊക്കെ പറയും. പക്ഷേ ഒരു റിയൽ ചോയ്സ് എടുക്കേണ്ടി വരുവാണെങ്കിൽ അമേരിക്ക എപ്പോഴും ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ നിൽക്കത്തുള്ളൂ. അതിനകത്തൊരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ നടക്കുന്നത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ ഒന്ന് അടിച്ചേക്കണേ. സോ ടിൽ വി മീറ്റ് അഗൈൻ, പ്ലീസ്.